ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ആല് കൊണ്ടൊരു കട്ട്ലറ്റ് തയ്യാറാക്കാം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ്, അത്ര മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചത്, ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞത്, പിന്നെ മല്ലിയില. അപ്പം നമുക്ക് ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് തീ കത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഫാൻ ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും മൂപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഓപ്ഷനിലാണ്. കാരണം നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആ എരിവ് ആവശ്യം അത്രയും മതിയായവർക്ക് വേറെ നമ്മൾ കൂടുതൽ മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി, നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആലും ഇതിനോട് ചേർത്ത് കൊടുക്കാം.
ആലു മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് കോൺഫ്ലവറാണ്. ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഞാനിങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ്. നമുക്കിനി ഇതിനെ ഉരുട്ടി ഇതെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ വരണം. അതല്ലെങ്കിൽ നമുക്ക് ചിലത് മൂക്കും ചിലത് മൂക്കില്ല, അങ്ങനെ വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി. ഇപ്പം എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇടുവാണ്. ഒരു വശം മൂക്കുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ആലു കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് സോസാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ. അപ്പം ആലു കട്ട്ലറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.